സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ റിയാസ് മധുപ്പള്ളിയാണ്. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം, ഇന്ന് നമ്മുടെ മലയാള സിനിമയിൽ, കേരളത്തിൽ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമ ആടുജീവിതം എന്ന് പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു സിനിമ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ മാസം പുറത്തിറങ്ങിയ ആ സിനിമ ഒരുപാട് അഭിപ്രായങ്ങൾ പല മേഖലയിൽ നിന്നും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിനെക്കുറിച്ച് വളരെ മോശമായിട്ട് എന്താണ് എന്ന് പോലും അറിയാതെയും ചിന്തിക്കാതെയും പറയുന്ന ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആദ്യം പറയാനുള്ളത്, ഈ വോയിസ്, ഈ വീഡിയോ നിങ്ങൾ കാണുന്നതിനേക്കാൾ മുന്നേ തന്നെ, ഇത് ഫുള്ളായിട്ട് കാണുന്നതിനേക്കാൾ മുൻപേ നിങ്ങൾ ഈ വീഡിയോ എന്താക്കണം, നിങ്ങൾ ഷെയർ ചെയ്യണം എന്നാണ് ആദ്യം പറയാനുള്ളത്. ഷെയർ ചെയ്ത് നിങ്ങൾ കാണുക. അതുപോലെ തന്നെ ഇതിന് മറുപടി ആയിട്ട് നിങ്ങളുടെ കമന്റുകൾ ഇതിൽ നിങ്ങൾ ചെയ്യണം. നമ്മുടെ കേരളത്തിൽ നിന്ന് കുറ്റും പറിച്ചു പോയിട്ട് ജെറൂസലേം എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് വർഗീയത 24 മണിക്കൂറും വർഗീയത ഉള്ളിൽ വെച്ച്, മനസ്സിൽ വെച്ച് വർഗീയത മാത്രം വിളമ്പുന്ന ഒരു സ്ത്രീയുണ്ട്, ഒരു പാഴ് ജന്മം. അതിന്റെ അച്ഛനും അമ്മയ്ക്ക് പോലും ഈ പാഴ് ജന്മത്തിന് ജന്മം കൊടുത്തതിന് ഖേദിക്കുന്നുണ്ടാവും ഇന്ന്, പക്ഷെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ. അപ്പൊ ആ പറയുന്ന വ്യക്തി നിങ്ങൾക്ക് എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും, അതാരാണെന്നും എന്താണെന്നും. അപ്പൊ ഞാൻ വലിച്ചിട്ട് പറയുന്നില്ല. അപ്പൊ നിങ്ങൾ പരമാവധി ഇത് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് ഒന്ന് രേഖപ്പെടുത്തണം എന്നും കൂടി ഞാൻ അഭിപ്രായപ്പെടുകയാണ്. ഓക്കെ. അപ്പൊ ആ തള്ള പറയുന്നത് എന്താണെന്നും, ആ വൃത്തികെട്ട ജന്മം, അതിനെ വേറെ പല രൂപത്തിലും വിളിക്കേണ്ടി വരും. പക്ഷെ ഇത് സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് നമുക്ക് അഭിസംബോധന ചെയ്യുന്ന കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ വൃത്തികെട്ട ഒരു ജന്മം എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് കേൾക്കാം. ഓക്കെ. എന്ന് പറഞ്ഞൊരു സിനിമ എടുത്തിരിക്കുന്നു, നിങ്ങൾ കണ്ടായിരുന്നോ? ആടുജീവിതം എന്നൊരു സിനിമ എടുത്തിട്ടുണ്ട്. ആ നജീബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സൗദി അറേബ്യയിൽ പോയപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ 2.5 വർഷക്കാലമുള്ള ഒരു മരുഭൂമി ജീവിതത്തെ എടുത്തു വെച്ചിട്ടാണ് അത് സിനിമയാക്കി വെച്ചിരിക്കുന്നത് തന്നെ. പക്ഷെ നിങ്ങൾ അതിനകത്തൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളും, ആളുകളെല്ലാം അദ്ദേഹത്തിന്റെ മരുഭൂമി ജീവിതത്തെ വളരെ പ്രയാസത്തോടും കൂടിയും വളരെ വിഷമത്തോടു കൂടിയൊക്കെ, അയ്യോ അദ്ദേഹം ഇങ്ങനെയൊക്കെ കഷ്ടം സഹിച്ചുവല്ലോ എന്നൊക്കെ ഓർത്ത് വിഷമിക്കുന്നു. അത് നമുക്ക് കേൾക്കുമ്പോഴും വിഷമം തന്നെയാണ് അദ്ദേഹത്തിന്റെ കഷ്ടത ഓർക്കുമ്പോൾ. കാരണം അറബികളുടെ നാട്ടിൽ പോയ ഒരു കാലത്തും അറബികൾക്കൊരു എന്താ പറയുന്നത്, ഫ്രീഡത്തോടു കൂടി പണിയെടുക്കാൻ പറ്റില്ല. അവനൊരു അടിമയെ പോലെ തന്നെയാണ് പണിയെടുക്കേണ്ടത്. ഇപ്പോഴും അറബികളുടെ നാട്ടിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവരൊക്കെ ഫ്രീഡം ആണെന്ന് പറഞ്ഞിട്ടല്ല. യഥാർത്ഥ ശമ്പളമല്ല അറബികൾ പണിയെടുക്കുന്നതിനനുസരിച്ച് കൊടുക്കുന്നത്. ഒരുവന്റെ ശമ്പളം എന്ന് പറയുന്നത് പോലും അറബികൾ പണിയെടുക്കുന്നതിന് തുല്യമായ ശമ്പളമല്ല കൊടുക്കുന്നത്. മറ്റു രാജ്യങ്ങളുടെ ശമ്പളം വെച്ച് നോക്കുമ്പോഴത്തേക്കും അറബികൾ ഇന്നും അടിമപ്പണി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ നാട്ടിലെ സ്വാഭാവിക കൂലി എന്ന് പറയുന്നത്, കേരളത്തിൽ തന്നെ ഒരു മനുഷ്യൻ പണിയെടുത്തു കഴിഞ്ഞാൽ അവന്റെ സ്വാഭാവിക കൂലി എന്ന് പറയുന്നത്, ഒരു മെക്കാട് പണിക്ക് പോകുന്നവനും 1000-1200 കൂലി. പക്ഷെ ബംഗാളിൽ നിന്ന് വരുന്നവനെ നമ്മൾ കൊണ്ടുവന്ന് പണിയെടുപ്പിക്കുന്നത് എങ്ങനെയാണ്? 800 രൂപയ്ക്ക് പണിയെടുപ്പിക്കും. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അത് അടിമ വേലയെന്നാണ് അതിനർത്ഥം ഉദ്ദേശിക്കുന്നത്. കൂലി കുറച്ചു കൊടുത്തുകൊണ്ട് അതേ പണിയെടുപ്പിക്കുന്നു എന്നുള്ളത് അടിമത്വത്തെ കാണിക്കുന്ന ഒന്നാണ്. അപ്പോൾ കേരളക്കാർ ഇത് എവിടുന്നാ പഠിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവര് പഠിച്ചിരിക്കുന്നതും എവിടെന്നാ പഠിച്ചിരിക്കുന്നത്? ഈ അറബ് രാജ്യങ്ങളിൽ നിന്നുമുള്ള ഈ ഒരു പ്രവർത്തന രീതിയാണ് അവരും പഠിച്ചു വെച്ചിരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഞാന് ഇവിടെ പണിയെടുക്കുന്ന സമയത്ത് ഇവിടെയുള്ള വക്കീലന്മാര്, ഞാൻ മുമ്പ് പണിയെടുത്ത വീട്ടിലൊരു വക്കീല പെങ്കൊച്ചുണ്ടായിരുന്നു. അവൾ എന്റെ സാലറി വെച്ച് ബേസ് ചെയ്തിട്ട് അവള് സംസാരിക്കുന്നതാണ്. ഞാൻ വക്കീലായിരുന്നിട്ട് പോലും എനിക്ക് നിന്റെ ശമ്പളം ഇല്ലെന്നാണ് അവള് പറയുന്നത്. പിടികിട്ടുന്നു നിങ്ങൾക്ക്? ഇവിടുത്തെ വക്കീലായിരുന്നിട്ട് പോലും അവക്ക് എന്റെ അത്രയും ശമ്പളം പോലും ഇല്ല എന്നാണ് അവള് പറയുന്നത്. അപ്പോൾ ഒരു അടിമത്വമല്ല ഇസ്രായേലിൽ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് മിക്ക രാജ്യങ്ങളും. നിങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എന്താ പറഞ്ഞ ഓഫീസ് വർക്ക് ചെയ്യുന്നവരെക്കാളും ശമ്പളം കൂടുതലാണ് മറ്റ് കോർപ്പറേഷൻ വർക്കൊക്കെ ചെയ്യുന്നവർക്കെന്ന് പറയുന്നത്. പ്രത്യേകിച്ചും അവിടെ വേസ്റ്റ് എടുക്കുന്നവർക്കൊക്കെ എന്ന് പറയുന്നത് നല്ല ശമ്പളമാണ്. ഇവിടെ ഇസ്രായേലിലും അത് തന്നെയാണ് ശമ്പളം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിനിമ ഇപ്പൊ ഭയങ്കരമായിട്ട് ആളുകൾ സംസാര വിഷയമാകുന്നു. സോഷ്യൽ മീഡിയയിൽ എവിടെ പോയാലും ഇപ്പോൾ ഈ സിനിമയുടെ വിഷയമാണ് സംസാര വിഷയമായി കൊണ്ടിരിക്കുന്നത് തന്നെ, ആടുജീവിതം എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കണം, ഈ 2.5 വർഷക്കാലത്തെ ജീവിതത്തിനകത്ത് അദ്ദേഹത്തിന്റെ ബെന്യാമിന്റെ ആടുജീവിതം എന്ന് പറയുന്ന നോവലിനകത്ത് പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് അദ്ദേഹം ആ ഭാര്യയെ ഓർത്തിട്ട്, അതായത് അവിടെ വെച്ച് തന്റെ ശാരീരികമായിട്ടുള്ള ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് ഒരു
പെണ്ണാടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. പെണ്ണാടുമായിട്ടാണ് അദ്ദേഹത്തിന്റെ സ്ഥിരമായിട്ടുള്ള ശാരീരിക ബന്ധം എന്ന് പറയുന്നത്. അതായത് മൃഗഭോഗം. മുഹമ്മദ് കാമഭ്രാന്തന്റെ മതത്തിൽ നിന്നും ജനിച്ചു വളർന്ന മനുഷ്യനല്ലേ? അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തെ അനുസരിച്ച് അത് സ്വാധീനിക്കുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. അദ്ദേഹം മൃഗവുമായിട്ട്, അതിനകത്തൊരു പെണ്ണാടുണ്ടായിരുന്ന പെണ്ണാടുമായിട്ടാണ് അദ്ദേഹം 2.5 വർഷക്കാലം മരുഭൂമിയിൽ കിടന്ന് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത്. ആ പെണ്ണാടിനൊരു കുഞ്ഞ് ജനിക്കുകയും ആ കുഞ്ഞിനെ നബീൽ എന്ന് അദ്ദേഹം പേരിടുകയും ചെയ്തിരുന്നു. മനസ്സിലായ? എന്നിട്ട് സ്വന്തം മോനെ പോലെയാണ് ആ പെണ്ണാടിനെ പ്രസവിച്ചിട്ട് ആണാടിനെ അയാൾ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ സത്യത്തിൽ ഇതൊക്കെ നമുക്ക് ചിന്തിക്കുന്നതിലും, അതായത് പ്രകൃതി വിരുദ്ധമായിട്ട്, നേച്ചറിന് വിരോധമായിട്ട് പ്രവർത്തിച്ച ഒരു ജീവിത സാഹചര്യമാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. അദ്ദേഹത്തിന് അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രവൃത്തിയിലേക്ക് പോയത്? എന്തുകൊണ്ടാ? കാരണം അദ്ദേഹം വിശ്വസിച്ച് വെച്ചിരിക്കുന്ന ഒരു മതത്തിന്റെ ചിന്തയും പഠിപ്പിക്കലും ഈ കുഞ്ഞുനാളുകളിലെ മദ്രസകളിൽ ചെല്ലുന്ന സമയത്ത് മദ്രസകളിൽ ഉസ്താദുമാര് ഈ ആൺകുട്ടികളെ എടുത്തുപയോഗിക്കുന്നത് ശാരീരികമായിട്ടുള്ള ആണോട് ചേർന്ന് ബന്ധപ്പെടുന്ന രീതിയിൽ എണ്ണപ്രയോഗം നടത്തുന്ന വൃത്തികേടുകൾ കണ്ടു വളർന്ന മനുഷ്യന് പിന്നെ ഇങ്ങനെയല്ലാണ്ട് പിന്നെ എങ്ങനെ ചെയ്യാൻ തോന്നും? പ്രിയ സഹോദരങ്ങളെ, എനിക്കത് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട്, അതായത് ഒരു മരുഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന്റെ ജീവിതവും യാതനയൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആ ഒരു ആടുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു സ്ഥിരമായൊരു ജീവിതവും ഒക്കെ അത് മനുഷ്യ സമൂഹങ്ങളിലേക്ക് എത്തപ്പെടുന്നു. അത് കഥയായി മാറുന്നു. അതിനെ ആളുകൾ അദ്ദേഹത്തിനെ അങ്ങനെ ചെയ്ത ആ പ്രവൃത്തിയെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അതിനെ സിമ്പതിയോടുകൂടി കാണുന്നു. ഇതൊക്കെ എങ്ങനെ നമുക്ക് സമൂഹത്തിൽ അംഗീകരിക്കാൻ പറ്റും? പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിന് പോകുന്ന സമയത്ത്, പണ്ട് മുഹമ്മദ് കാമഭ്രാന്തന്റെ മതത്തിൽ യുദ്ധത്തിന് പോകുന്ന സമയത്ത് സ്ത്രീകളില്ലാതെ വന്നപ്പോഴത്തേക്കും മൃഗത്തിന്റെ കൂടെ ഭോഗിക്കുവാനായിട്ട് ആയത്തിറക്കി കൊടുത്തയാ, അവര് അനുവാദം പറഞ്ഞു കൊടുത്തതാ. മനസ്സിലായോ? ഒട്ടകത്തിന്റെ കൂടെയും ഭോഗിച്ചിട്ടുണ്ട് നമ്മുടെ മുഹമ്മദ് കാമഭ്രാന്തൻ. അപ്പൊ നിങ്ങളെല്ലാവരും ഈ വീഡിയോസ് കണ്ടല്ലോ. അപ്പൊ എത്രമാത്രം വിഷം ഉള്ളിൽ വെച്ചിട്ടാണ്, മനസ്സിൽ വെച്ചിട്ടാണ് ഈ തള്ള ജീവിക്കുന്നത് എന്നും ഓരോ ദിവസവും തള്ളി നീക്കുന്നത് മനസ്സിലാവും. ഇതൊരു ആടുജീവിതത്തെ കുറിച്ചുള്ള അഭിപ്രായമോ അതല്ലെങ്കിൽ ഒരു നജീബിനെ കുറിച്ചുള്ള അഭിപ്രായമോ അല്ല പറയുന്നത്. മുസ്ലിം വിരുദ്ധത മനസ്സിൽ വെച്ചിട്ട് വർഗീയത പറയുന്ന, അതുകൊണ്ട് ജീവിക്കുന്ന, അരി മേടിച്ച് ജീവിക്കുന്ന ഈ തള്ള ഇതല്ല, ഇതിനപ്പുറവും പറയും നമുക്കറിയാം. പക്ഷെ എങ്കിലും ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ? അതല്ലെങ്കിൽ ഇതുപോലെ കാണുന്ന വീഡിയോസ് നമ്മൾ അങ്ങനെ ഒഴിവാക്കി പോകണം ശരിയല്ലോ എന്ന് വിചാരിച്ച് പറയുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ കമന്റ് ആയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. ഈ കേരളത്തിൽ നിന്ന് പോയിട്ട് ഇസ്രായേൽ അവിടുത്തെ ജൂതന്മാരുമായിട്ട് ഓടി നടന്ന് പണിയെടുക്കുന്ന ഈ തള്ള ഇതല്ലാതെ വേറെ എന്താണ് പറയേണ്ടത്? അല്ലെ വേറെ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ഇതിനപ്പുറം ഒന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. കാരണം ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണോ ജീവിക്കുന്നത്. അപ്പൊ ഇത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതുപോലെ തന്നെ ഇതിന്റെ അപ്പുറവും പറയുമെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ പ്രവാസികളെ കുറിച്ചും ആ നാടിനെ കുറിച്ചും അവിടെ ലഭിക്കുന്ന ശമ്പളത്തെ കുറിച്ചും നമ്മുടെ ജോലിയെ കുറിച്ചൊക്കെ ഈ തള്ള വാതോരാതെ സംസാരിക്കുന്നുണ്ട്. ഞാനും ഒരു പ്രവാസിയാണ്. ഇത് കേൾക്കുന്നവരും ഒരു പക്ഷേ പ്രവാസികൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങൾ കമന്റും രൂപത്തിൽ ഇതിൽ രേഖപ്പെടുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പരമാവധി നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.